Any creator, any director in Indian film industry வாய பொழந்து பார்க்க പോறாங்க. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ആദ്യത്തെ ഒരു അരമണിക്കൂർ കാട്ടവരാതെ ദിശ പട്ടാനി 3D കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ആസ്വദിച്ചു. താറുമാറ് തക്കാളി സോറ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കങ്കുവയുടെ കണ്ടു ഞങ്ങൾ കണ്ടിരിക്കുന്നു. രാവിലെ 7:30 ഷോയ്ക്ക് ഞങ്ങൾ കയറി. ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് എറണാകുളത്ത് നിന്ന് പടം കാണാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് വന്നു. രാവിലെ ഞങ്ങൾ പോയി പടം കണ്ടതായി ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. എന്റെ നീ രണ്ട് ചെയും പോയി ക്ലീൻ ചെയ്യാം. സോറി, ഇത് ഈ റിവ്യൂ പറയുന്നതിന് മുമ്പ് സൂര്യ ഫാൻസ് പ്ലീസ്, നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണരുത്. നിങ്ങൾ ഭയങ്കര ടഫാകാൻ പോവാണ്. പിന്നെ ആരാണ് കങ്കുവ നല്ല സിനിമയാണെന്ന് പറഞ്ഞു വരുന്ന ആരും ഈ വഴിക്ക് വരാതിരിക്കുക പ്ലീസ്. കാര്യം ഇതിൽ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ഇതിനകത്ത് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അല്ല, ഇതൊരു റിവ്യൂ അല്ല, ഇതൊരു റാൻഡ് ആണ്. ഞാൻ രണ്ട് പോസിറ്റീവ് പറയായിരിക്കുവായിരുന്നു. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞില്ലെന്ന് പറയാം. അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ. അതെ ദിശ പട്ടാനി 3D കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ആസ്വദിച്ചു. ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ അത്യാവശ്യം മറ്റേ സെറ്റ് കളക്കില്ല ആ വില്ലേജസിന്റെ ഒക്കെ, അതിന്റെ ഒരു ലോങ് വിഷ്വൽസിലും പിന്നെ ഇതിന്റെ കോസ്റ്റ്യൂമിങ്ങിലൊക്കെ അടിച്ചു മാറ്റിയ സാധനമാണ്. ഒരു കാരണവശാലും ഇത് നമുക്ക് തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂമിംഗ് ആണ്. ഇവര് മറ്റേ കംപ്ലീറ്റ് മറ്റേ ഇവിടെ ഇല്ലേ നമ്മുടെ സ്കോട്ട്ലൻഡ് ആ ഏരിയയിലെ വൈക്കിങ്സ് ഒക്കെ കുറെ കാണുന്നു. ഗെയിം ഓഫ് ത്രോൺസിലെ ഡൊത്രാക്കി ഗ്യാങ്ങിന്റെ മറ്റേ ക്ലാന്റെ ഒരു ഇതൊക്കെ കിട്ടും. അപ്പൊ അതെല്ലാം കൂടെ കണ്ടിട്ട് അടിച്ചു മാറ്റി വെക്കണമല്ലോ. വൃത്തിക്കാണ് അത് വെച്ചേക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ആ വിഷ്വൽസ് കാണിച്ചേക്കുന്നതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ 3D അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങും പിന്നെ ഈ സെറ്റിങ്ങും. പക്ഷെ നമ്മൾ പടത്തിന്റെ സ്വഭാവം എന്താന്ന് ആദ്യത്തെ ഒരു 15 മിനിറ്റ് മനസ്സിലാക്കുമ്പം കംപ്ലീറ്റ് ഇത് അടിച്ചങ്ങ് പോകും. ആദ്യത്തെ ഒരു അരമണിക്കൂർ കാട്ടവരാതെ ഇല്ല. അത് കാര്യം ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ അങ്ങനെ സംസാരിക്കാത്ത. പക്ഷെ ആദ്യത്തെ അരമണിക്കൂർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇരിക്കുന്നത് മലങ്കൾട്ട് കാണാനാണെന്ന്. പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കണ്ട, നിങ്ങളിത് ഫോറസ്റ്റ് വരാതെ. അതെ, ഞങ്ങൾ 2.5 മണിക്കൂർ ഭയങ്കര എൻജോയ് ചെയ്തു. കാര്യം പിന്നെ സിനിമയിലെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു. കാര്യം എന്തും അവിടെ നടക്കുന്നേ അല്ലേ, എന്തുമാണ് നടക്കുന്നത്. സിനിമ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല പിന്നെ അതും പറയണം. നമ്മുടെ എഡിറ്റർ അതെ അതായത് പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല. അതായത് ഇതിനെ ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഒരു 10x സ്പീഡിൽ ഓടി അങ്ങ് പോവാം. അതായത് തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിരിക്കുന്നവര് അവര് ഈ പറഞ്ഞ പോലെ ശ്വാസം എടുക്കാൻ പോലും സമയം അവർക്ക് കൊടുക്കരുത്. അവര് 2.5 മണിക്കൂർ റീല് കാണിച്ചേക്കാം. അതെ, 2.5 മണിക്കൂർ റീല് കാണിക്കുക. അതായത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ഇത് ആക്ച്വലി എഡിറ്ററിനെ പോവാ. ഇത് ആക്ച്വലി അവരുടെ ഡിസിഷനാണ്, ഡയറക്ടറിന്റെ ഡിസിഷനാണ്. അതായത് കഴിഞ്ഞ ദിവസം ഭരദ്വാജ് അങ്ങനെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു ശിവയുടെ. അപ്പോൾ അതിനു മുമ്പുള്ള ഈ ശിവയും പ്രൊഡ്യൂസറൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ സിനിമയുടെ മീൻസ് ഇതാണ് ചെയ്ത വെച്ചിട്ട് ഈ തമിഴ് സിനിമ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള ലൈനിലേക്കാണ് അവരുടെ. അല്ല, സൂര്യ പറഞ്ഞ അങ്ങനെയല്ല. സൂര്യ പറഞ്ഞത് ഇന്ത്യൻ ക്രിയേറ്റേഴ്സും ഇന്ത്യൻ ഡയറക്ടേഴ്സും വാവൊളിച്ചിരുന്ന് പോകാതായിരുന്നു. അതെ, വാവൊളിച്ചിരുന്ന് പോയി. നമ്മൾ കണ്ടവരെല്ലാം വാവൊളിച്ചിരിക്കുമായിരുന്നു. എൻ്റെ പൊന്നോ, പൊളിക്കാൻ ഉള്ള ആരോഗ്യം ഇല്ലായിരുന്നു. അതിനും വേണ്ടി അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 100 ഡെസിബെല്ലി ശബ്ദമാണ്. എന്നിട്ട് ഇവർ കിടന്ന് ഒച്ചയും വെക്കും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബഹളം. അതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞ പാവം സൂര്യ ശരിക്കും ഒരു ഭയങ്കര അയാളെ കുറ്റം ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. കാര്യം ഇത്രയും കഴിവുള്ളൊരു നടനെ നല്ലപോലെ പുള്ളിയുടെ പരിപാടി മൊത്തം ചെയ്യുക. അതായത് പുള്ളി അങ്ങ് എഫോർട്ട് എടുക്കുക. പക്ഷേ ഫിസിക്കലി ഭയങ്കരമായിട്ട് മെനക്കെടുന്നു. പക്ഷേ പുള്ളിക്ക് പെർഫോം ചെയ്യുമ്പോൾ ഒരു സീൻ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇന്ന സീനാണ്, ഇന്ന സ്ഥലത്തുനിന്ന് ഇയാൾ വരുന്നു, ഇന്നാണ് ഇയാളുടെ വികാരം എന്ന് പറയാനൊന്നുമില്ല. സാർ ഇവിടെ വരുന്നു, സാർ അലറുന്നു, അത്രയാണ് എല്ലാ സീനും. അതായത് റോബിൻ രാധാകൃഷ്ണൻ ടഫ് കൊടുക്കുമായിരുന്നു സൂര്യ ഈ പടത്തിൽ. 2 പേരുടെ ഫേസ് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ വെച്ച് റോബിന്റെ കുറെ സീൻസ് ആണെന്ന് 2 പേർക്ക് റെഫറൻസ് കൊടുത്തു. എങ്ങനെ അലറണം ഇത് നമുക്ക് സ്ക്രീനിൽ കിട്ടണം. അല്ല അതുപോലെയാണ് ഇവർ ഇത് ചെയ്തു വെക്കുന്നത്. എന്ത് അവസ്ഥയാണ് ഇത്. അറ്റ്ലീസ്റ്റ് ഇവർ ഇത്രയും ഈ പടത്തിനെ പുഷ് ചെയ്യുന്നു, ഇതിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ഇതൊരു ഭയങ്കര ബേസിക് പടമായാൽ മതി. നമുക്ക് ഇതിനകത്തൊരു വലിയ ബാഹുബലിയൊന്നും വേണ്ട. നമുക്കൊരു ഭയങ്കര നോർമൽ സിനിമ കിട്ടിയാൽ മതി. പക്ഷെ എന്താണ് പ്രൊഡ്യൂസർ ജ്ഞാനവേൽ 2000 കോടി ഇട്ട് വെക്കാനുള്ള പെട്ടി വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ആ പെട്ടി വാങ്ങിക്കുന്ന പൈസയും പുള്ളിക്ക് നഷ്ടമാണ്. അതും പോയി.
ഞാൻ മറ്റേ പടം തുടങ്ങുമ്പോൾ ഒരു 2000 കോടി ഊക്ക് കിട്ടും ഇപ്പൊ പുള്ളി. അല്ല, പടം തുടങ്ങുമ്പോൾ ഒരു അമ്മച്ചോ എന്ന് പറയത്തില്ലേ, ഈ കഥയിൽ ആരെന്ത് ചെയ്യുന്നു, ആരെപ്പം മരിക്കുന്നു, ഇതൊന്നും ആർക്കും പറയാൻ പ്രത്യേകിച്ച് ലോജിക്ക് ഇത് പറഞ്ഞപ്പോഴേ വിചാരിച്ചൊരു ഓക്കെ നമുക്കുള്ളതാണത്. ആക്ച്വലി ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കങ്കുവെ പറ്റി ഇട്ടിരിക്കുന്ന വീഡിയോ മഞ്ഞിപ്പം എന്ന് പറഞ്ഞ സോങ് റിയാക്ട് ചെയ്താൽ. ശരിക്കും ആ സോങ് എന്ന് പറയുന്നത് നമുക്കുള്ളൊരു മുന്നറിയിപ്പായിരുന്നു. അതായത് മഞ്ഞിപ്പം നമ്മളോട് എല്ലാവരും ആദ്യമേ ഇവർ ക്ഷമ ചോദിക്കണം. അതായത് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളെ ഞങ്ങൾ തിയേറ്ററിൽ പൂട്ടിയിട്ടും ജഗതി പറഞ്ഞില്ല ക്ഷമിക്കണം ജീവിതപാട്. അത് തന്നെ. അതായത് ഈ പടം ചെയ്യാൻ വേണ്ടി ഈ പടത്തിൽ വർക്ക് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതുപോലെ ടെക്നീഷ്യന്മാർ അവർക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഫിനാൻഷ്യലി അവർക്കെല്ലാവർക്കും പൈസ കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും അഭിനയിച്ച് അവരുടെ പാട്ട് ചെയ്തിട്ട് പോയി. ഈ സിനിമ ഇനി അഭിനയിക്കേണ്ടത് അനുഭവിക്കേണ്ടത് കാണുന്ന ഓഡിയൻസാണ്. അപ്പോൾ ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് പുല്ല് വിലയാണ് അവർ തരുന്നത്. അത്ര സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും സമാധാനം തന്നൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ല, ഈ മഞ്ഞിപ്പ് സോങ് വന്നപ്പോഴാണ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അടങ്ങി. അല്ലെങ്കിൽ മഞ്ഞിപ്പിൽ ഇച്ചിരി ഒരു അടക്കം ഒതുക്കം ഉണ്ടായിരുന്നു. അത് ബാക്കി അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ടല്ലോ. ഈ 5 വ്യത്യസ്ത ട്രൈബ്സ് ഉണ്ടെന്ന് പറയും. പക്ഷെ ഇവരെ നമ്മൾ കാണിക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഈ അലർച്ചയും ബഹളവും തന്നെ. എടാ മോനെ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഇരുന്ന് സംസാരിച്ചത്. ഇവരാരും അങ്ങനെയൊന്നുമില്ല. വെട്ടെണ്ണ കുത്തെണ്ണ വെട്ടെണ്ണ ഇത് തന്നെ. അതും മര്യാദക്ക് അണ്ണ നമുക്ക് അവനെ കൊന്നാലോ എന്നല്ലേ മൊത്തം ഇത് തന്നെ. അല്ല അത് എന്ത് ഇവരുടെ അതായത് ഇങ്ങനൊരു സിനിമ ഐഡിയ വരുമ്പോൾ ശിവ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി കാണും. പുള്ളിക്കാരൻ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിയുമ്പോൾ ഇതുപോലെ ആരെഴുതൂടാ എന്നൊക്കെ സ്വയം വിചാരിച്ച് എഴുതി രോമാഞ്ചം വരുമായിരുന്നു. പക്ഷേ ഏറ്റവും വീക്ക് പാർട്ട് തന്നെ എഴുത്തായത്. അത് വേറൊരു കാര്യം. അത് എഴുതി കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ, ഈ എഴുതിയൊന്നും ആവശ്യമില്ല നമുക്ക് എന്ന് മനസ്സിലായി പുള്ളിക്ക്. അല്ല, പുള്ളി വിചാരിച്ചാണ് പുതിയ കാലഘട്ടം എഴുതുന്നുണ്ടാ പ്രശ്നം. പഴയ കാലഘട്ടം എഴുതാം, ഏത് കാലഘട്ടം എഴുതിയാലും. പക്ഷെ പഴയ കാലഘട്ടം എളുപ്പമായിരുന്നു. കാരണം അലർച്ചയും ഇത് മാത്രമേ ഉള്ളൂ, വേറെ പല കാലഘട്ടത്തിൽ കഥയില്ലല്ലോ. അവരിങ്ങനെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറെ പേര് ട്രെയിലറിലൊക്കെ ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെ കുറെ ട്രോളിയായിരുന്നു. അതായത് ഞങ്ങൾ ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ ഒക്കെ ചെയ്തപ്പോൾ അല്ലല്ല ആരോ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. അതായത് നിങ്ങളെക്കാളും ഞങ്ങൾ പറഞ്ഞു മറ്റേ ശിവ അത്രയൊന്നും ചിന്തിക്കില്ല എന്ന്, ശിവയ്ക്ക് അത്രയൊന്നും ചിന്ത പോകത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരോ കമന്റ് ഇട്ടു. പിന്നെ 3-4 സിനിമ ചെയ്ത ശിവ നിങ്ങളെക്കാൾ അപ്പുറം ചിന്തിക്കത്തില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ച് കമന്റ് ഇട്ടു. അദ്ദേഹത്തോടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടണം നിങ്ങളുടെ അഭിപ്രായം കേട്ടോ. എനിക്കൊന്ന് പറഞ്ഞു ശിവ ചിന്തിക്കത്തില്ല, ഇത്രേ ഉള്ളു. പറ്റില്ല. കാര്യം നമ്മുടെ ഇത് തമിഴ് സിനിമയാണ്. ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കൂല. പിന്നെ ഒരു വ്യത്യസ്തം എന്ന് പറഞ്ഞല്ലേ, പടം തുടങ്ങുമ്പോൾ മറ്റേ ക്യാൻസറിന്റെ ഒരു പരസ്യമുണ്ട്. അത് 3D കാണാൻ. അത് മറ്റേ മുഖമൊക്കെ ഇരിക്കുന്ന കറക്റ്റ് ഫ്രണ്ടിൽ വരും. ക്യാൻസർ നമ്മുടെ അണ്ണാക്ക് വരെ വരും. അടുത്ത് സിഗരറ്റ് വലിക്കായിരുന്നു, സിഗരറ്റ് മാറ്റി വെച്ച് പേടിച്ചു പോകും. കാര്യം അത് ശരിക്കും ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ആ പരസ്യം അങ്ങനെ കാണിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാര്യം പിന്നെ എനിക്ക് പടത്ത് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്, വുമൺ എംപവർമെന്റ് കാണിച്ച്. ഫൈറ്റ് സീൻസ് മറ്റേ ഈ ഏതാ വുമൺ എംപവർമെന്റ്, സ്ത്രീകളൊക്കെ വന്ന് ഫൈറ്റ്. ആ പടം ഈ പറഞ്ഞ ഫൈറ്റ് സീൻ അത് മാത്രമുള്ള പടത്തിൽ ഒരു കൊള്ളാവുന്ന ഒരു കൊറിയോഗ്രാഫി വന്ന ഒരു ഫൈറ്റ് സീക്വൻസ് പോലും അല്ല. ഈ കൊറിയോഗ്രാഫി മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ കാലഘട്ടം എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു ബുദ്ധിപരമായി നമ്മൾ ഇരുന്ന് ചിന്തിക്കുക. അതായത് ഒരു ഫൈറ്റ് സീൻ വരുവാണ്, അപ്പം നമുക്കൊരു 10 വെപ്പൺസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതിനകത്ത് ഒരുപാട് തരം വെപ്പൺസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെപ്പൺസിന് ഡിഫറെൻറ്റ് ടാക്ടിക്കൽ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. ഈ വെപ്പൺ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഈ വെപ്പൺ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ. പക്ഷേ ഇത് പടത്തിൽ ഇതൊന്നും കാണുന്നില്ല. 10 വെപ്പൺസ് യൂസ് ചെയ്യുന്നത് ഒരേ കൊറിയോഗ്രാഫിയിലാണ്. പക്ഷേ ഈ പറയുന്ന സീൻ വരുമ്പോഴത്തേക്കും അവർ യൂസ് ചെയ്ത കുറച്ച് വെപ്പൺ പരിപാടികൾ ഇവൻ കണ്ട വേറെ അതായത് മറ്റേ ഈ കയറിട്ട് ആ സാധനം അത് കുറച്ച് ഐഡിയാസ് ആ ഫൈറ്റിനകത്ത് കുറച്ച് ഡിഫറെന്റ് ഐഡിയാസ് ഉണ്ടായിരുന്നു. അതെ, ആ സാധനം ഉപയോഗിക്കുന്നതിനുള്ള ഗുണം നമുക്ക് മനസ്സിലാവും. പക്ഷെ വേറെ സമയം ഈ ആനയുടെ കൊമ്പ് വെച്ചുള്ളതും വാള് വെച്ചുള്ളതും എല്ലാം ചെയ്യുന്നത് എല്ലാം ഒരേ സാധനം, എല്ലാം ഒരേ കൊറിയോഗ്രഫി, എല്ലാവരും എയറിലാണ്. അവർക്കറിയാം ഏറി പോകുന്നു, അങ്ങനെ പടത്തിൽ ഏറി പോയേക്കും. അതാണ് പറഞ്ഞത്. ഇതിനകത്ത് വരുന്ന എല്ലാവരും മറ്റേ പറക്കുകയാണ്. പക്ഷെ ആ പറക്കുന്നത് മൊത്തം മറ്റേ കയറാണെന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം എന്തിനാ പറക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അതായത് സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട്, അതായത് ഒരു 500 പേരെ സൂര്യ കൊല്ലുമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ സീൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പറഞ്ഞാൽ ആ മകൻ ചോദിക്കും എങ്ങനെ അച്ഛാ ഇത്രയും പേരെ കൊല്ലാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം പുള്ളി പറയും നീ കാട് എന്നെ സഹായിക്കും, അത് സഹായിക്കും, ഇത് സഹായിക്കും. വലിയൊരു ഡയലോഗുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും നേരം ബഹളമുള്ള ഫൈറ്റായിരുന്നു, ഇത് സ്റ്റെൽത്തിലുള്ള ഫൈറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. അല്ല,
ഇതൊക്കെ മുഖത്ത് തേച്ചിട്ട് നേരെ ഇറങ്ങി അങ്ങ് ചെല്ലുക. അപ്പം പിന്നെ ഇതൊക്കെ മുഖത്ത് എന്തിനാണ് തേച്ചത്? അപ്പം അങ്ങനെ ഒരു ബുദ്ധിപരമായ ഡിസിഷൻ ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ അത് ഒരു ഡെപ്ത് ഇല്ല ഒന്നിനും. അതിനകത്തും കുറച്ച് ഐഡിയാസ് കൊണ്ടുവന്നു, പക്ഷെ ആ ഐഡിയാസിനെ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. ഇങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇത്ര നേരം ഞാൻ മിണ്ടാരത് എന്തിനാണെന്നറിയോ? ഇനി ബാക്കി പറയാനായിരിക്കും. അല്ല, പോസിറ്റീവ് ആണെന്ന് തോന്നിയോണ്ടാണ്. അല്ല, ഇതിനൊന്നും ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഇത് നിങ്ങളിത് കേൾക്കുമ്പോൾ ഓഹോ നല്ലത് എന്തോ പറഞ്ഞു കേട്ടോ. അല്ല നല്ലതല്ല, അല്ല തമ്മിൽ ഇല്ല, ഒന്നുമില്ല, ഇല്ലില്ല. കാര്യം ഇത് ഞാനിത് പറയുമ്പോൾ ഇവൻ വരെ വലിയ കൊണാണ്ടറാന്ന് ഇവൻ കമന്റ് വരും ആൾക്കാർ. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അതായത് സിനിമ എടുക്കുകയാണ് ഇല്ലേ, അതിൽ നമ്മൾ മനസ്സിടുകയാണ്. അത് ചെയ്യുന്നവർക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഇത്രയും കോടിക്കണക്കിന് പൈസ മുടക്കി ഒരു സാധനം ചെയ്യാം. പക്ഷേ അതിനകത്ത് ഇജ്ജാതി അപരാധം എങ്ങനെ പറയായിരിക്കും. അതായത് നമ്മൾ പൈസ കൊടുത്ത് കാണുന്നു. ഈ പടം കാണാൻ തീരുമാനിക്കുന്നത് നമ്മുടെ തീരുമാനമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് നമ്മൾ പടം കാണുന്നു. പിന്നെ നമ്മൾ അഭിപ്രായം പറയരുത് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇല്ല, അഭിപ്രായം പറയാം. പക്ഷെ അത് ചിലർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായം പറയുന്ന ടോണിലാണ്. നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ സങ്കടം വന്ന് അല്ലെങ്കിൽ ദേഷ്യം വന്ന്, അതായത് നമ്മളെ 2.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാണല്ലോ ഇത് വേണ്ട. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ ചിലപ്പോൾ ചിലർ റിപ്ലൈ ചെയ്യാൻ, ചിലർ ദേഷ്യത്തിൽ റിപ്ലൈ. നമുക്ക് അവർക്ക് വിഷമം കാണത്തില്ല. അത് ദേഷ്യത്തിൽ റിപ്ലൈ ചെയ്താലും എങ്ങനെ റിപ്ലൈ ചെയ്താലും ആ റിപ്ലൈ അവിടെ എത്തും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടും. അതങ്ങനെയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കണം അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ആദ്യത്തെ ഒരു 20 മിനിറ്റ് കുറെ കുപ്പിച്ചില് തെറിച്ച് എന്റെ കണ്ണി വന്നുകൊണ്ട് അത് കഴിഞ്ഞ് ഒന്നും കാണാതിരുന്നിരുന്നു. എന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അത്രയും സമാധാനം. ശരിക്കും ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തത് ദേവി പ്രസാദ് അല്ലേ? അതായത് ശരിക്കും എനിക്ക് രവി ബസൂർ ചെയ്ത ഫീലായിരുന്നു. അതായത് പുള്ളിയെ കൊണ്ട് 3 പടത്തിന്റെ മ്യൂസിക് ജയിച്ചു വെച്ചിട്ടുണ്ട്. ആരെ കൊണ്ട്? ഒരു സീൻ പോലും ഒരു ഗ്യാപ്പില്ല. അതായത് സിനിമയിൽ സൈലൻസ് ഇല്ല. ഒരു ക്യാരക്ടർ എലിവേഷൻ സീൻ ഉണ്ടാവണമെങ്കിൽ, അതായത് ആൾക്കാർക്ക് ഫീൽ ചെയ്യണം ഇവിടെ നായകൻ അടിക്കും എന്ന് തോന്നുന്ന ഒരു സാധനത്തിന് ഉണ്ടാവണമെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ സൈലൻസ് ഉണ്ടായാൽ നല്ലതായിരിക്കും. ഇവിടെ ഈ സിനിമയിൽ സൈലൻസ് എന്താ, ഞങ്ങൾ ശരിക്കും സൈലൻസ് അറിഞ്ഞത് എപ്പോഴാണെന്നറിയോ? ഇന്റർവെൽ സമയത്തായിരുന്നു. തിയേറ്ററിൽ ഭയങ്കര സമാധാനമായിരുന്നു. കാരണം ആ ഇന്റർവെല്ലിൽ തന്നെ ബഹളത്തിലാണ് കൊണ്ടു നിർത്തുന്നത്. ഇവർക്ക് ഇത് എവിടെ നിന്നാണ് ഈ ഐഡിയ വന്നത് എനിക്കിത് മനസ്സിലായില്ല. അത് ഈ അടുത്ത് കാണുന്ന ഒട്ടുമിക്ക വലിയ പടങ്ങളിലും ഈ ശബ്ദം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിരിക്കുക. അതായത് സിനിമയിൽ ഇങ്ങനെ മ്യൂസിക് ഇട്ട് നിറച്ചാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പടത്തിൽ എൻഗേജ് ആവുമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുപോലെ സ്പീഡിൽ എഡിറ്റ് ചെയ്താലും സിനിമ കണ്ടുകൊണ്ട് എൻഗേജ് ആവും. അത് ഈ വർഷം വളരെ ഹൈ. ഈ വർഷം അതായത് ജവാനൊക്കെ ഈ വർഷം, അത് കഴിഞ്ഞ വർഷം ഓർമ്മയില്ല, അതായത് മറന്നുപോയി ചേട്ടാ ഞാൻ എല്ലാം. ബിഗ് ബഡ്ജറ്റ് സിനിമകൾ എനിക്കൊന്ന് കൽക്കി ഒഴിച്ചാൽ, കൽക്കിനും കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഒഴിച്ചാൽ ബിഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് വലിയ ആൾക്കാരെ വെച്ച് വരുന്ന സിനിമകൾക്കെല്ലാം ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതായത് നമ്മളൊരു സീൻ റൈറ്റ് ചെയ്യുമ്പോൾ ആ റൈറ്റിങ്ങിനൊരു സ്പീഡ് ഉണ്ടാവണം, ആ കഥ പോകുന്നതിനൊരു സ്പീഡ് ഉണ്ടാവും. പക്ഷെ ഇവർ അതിന് പകരം എഡിറ്റിംഗ് ആണ് സ്പീഡാക്കുക. അതായത് വലിയൊരു സീൻ എഴുതി വെച്ചിട്ട് ഇത് എഡിറ്റ് ചെയ്ത് ഒരാൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ട് തിരിച്ച് നല്ല വിശേഷം ചേട്ടാന്ന് പറയുന്നത് രണ്ടും ഒരേ അടുപ്പിച്ചങ്ങ് എന്തൊക്കെ അടുത്ത്. അതായത് കാര്യം ഇത് അവർ പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഓഡിയൻസിന് ക്ഷമയില്ല. ഓഡിയൻസിന് ഇപ്പോൾ ക്ഷമയില്ല. അവർ മൊബൈൽ എടുത്ത് നോക്കും. അത് അവരെ മൊബൈൽ എടുക്കാൻ നമ്മൾ ശ്വാസം എടുക്കാൻ അവന് സമയം കൊടുക്കരുത്. ആ സമയത്തേക്ക് ഞങ്ങൾ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അല്ല, ആക്ച്വലി എനിക്ക് മനസ്സിലായി അത് ഇവരുടെ ഒരു മിസ്കൺസെപ്ഷനാണ്. കാരണം നല്ലൊരു പടം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കുത്തിയിരുന്ന പടം കണ്ടോളൂ. അല്ല, എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ ഈ മെയിൻ ഇഷ്യൂ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്. അതായത് ഈ എഡിറ്റിംഗ് ബേസിക്കലി അത് ഡിസിഷൻ്റെ ആണ്. അതായത് എഡിറ്ററിന്റെ പ്രശ്നമൊന്നുമല്ലത്. അതെ, എഡിറ്റർ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പോലെ എഡിറ്റ് ചെയ്യാന്നുള്ളതല്ല. ഇതിന് മേളിൽ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യും അങ്ങനെ എഡിറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സ്പീഡ്. കാരണം വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പടം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫസ്റ്റ് കട്ട് കാണും, സെക്കൻഡ് കട്ട്, അങ്ങനെ ഒരു 10 തവണ ഒരേ കട്ട് കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വലിച്ചിൽ തോന്നും. പക്ഷെ അത് പടത്തിന്റെ വലിച്ചിലല്ല, നമ്മൾ 10 പ്രാവശ്യം അത് കണ്ടതുകൊണ്ട് തോന്നുന്നത്. പക്ഷെ ആ 10ാമത്തെ തവണ കാണുന്ന വലിച്ചിൽ വെച്ച് ജഡ്ജ് ചെയ്യുന്നതാണോ എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാവുന്നില്ല. ഈ വലിയ പടങ്ങൾക്ക് എല്ലാം ഈ പ്രശ്നമുണ്ട്. പിന്നെ റൈറ്റിംഗ് വളരെ മോശം റൈറ്റിംഗിന്റെ പുറത്താണ് ഈ 300-400 കോടി എടുത്ത് വെക്കുന്നത്. അത് എന്താന്ന് മനസ്സിലാവുന്നില്ല. അത് വെച്ചിട്ട് കാണിക്കുന്നത് എന്തുവാ? മറ്റേ VFX എന്ന് പറയുന്നത് അല്ല, ഞാൻ തമാശ ചോദിക്കുകയല്ലേ. ചേട്ടാ നല്ല VFX ഷോട്ടാണോ VFX ഷോട്ടാണോ പടത്തിൽ? മൈനോറിറ്റി ആയിരുന്നു നല്ല VFX. അതെ, നല്ല VFX ഷോട്ടുകളും മൈനോറിറ്റിയാണ്. അതിനകത്ത് മേജറും മോശം VFX ആയിരുന്നു.
അതായത് ഈ പൈസ ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആലോചിക്കുന്നത്. ക്ലൈമാക്സിൽ ആ മറ്റേ ഷിപ്പിലുള്ള സീക്വൻസ് ഒക്കെ എന്തുവായിരുന്നു എൻ്റെ പൊന്നോ. അതാ എഡിറ്റിങ്ങിന്റെയും കൂടെ ഒരു ഇഷ്യൂ ആണ്. അത് മറ്റേ അവിടെ പാല് കാച്ച് ഇവിടെ താലികെട്ടെന്ന് പറയുന്ന പോലെ പുതിയ കാലം പഴയ കാലം കൂടെ ഒരു എഡിറ്റ് ചെയ്ത് ഒരു അവിയൽ, അതും ഒരാഴ്ച പഴക്കമുള്ള അവിയലാക്കി വെച്ചേക്കാണ്. അത് മറ്റേ ആ സമയത്ത് സൂര്യയുടെ മറ്റേ പുതിയ കാലഘട്ടം വരുമ്പോഴുള്ള ഫൈറ്റൊക്കെ എനിക്കത് അവിടെയൊക്കെ എന്താണ് ഒരു ഉദ്ദേശം പോലും മനസ്സിലായില്ല. അവർ ഒരു കൊച്ചു കയ്യനെ കൊന്നേക്കാൻ ഒരു പട്ടാളക്കാരൻ പറയും, ഒരെണ്ണം മറ്റേ സീസോ ഒക്കെ, പക്ഷെ എന്തോ അതിന്റെ പറയുന്നത് ചെയിൻസോ ഒക്കെ എടുത്തോണ്ട് വരുന്നത് ഒരു കെട്ടിയിട്ടിരിക്കുന്ന ഒരു കൊച്ചു പയ്യനെ കൊല്ലാൻ വേണ്ടി. കൊതുകിനൊക്കെ ഇങ്ങനെ അടിച്ചു കൊല്ലാൻ പറ്റും, പക്ഷെ കൊണ്ടുവന്ന കൊല്ലത്തുള്ളൂ. അത് നമുക്ക് അങ്ങനെ കൊല്ലാം എന്ന് അല്ല. ചെയിൻസോ എടുക്കത്ത് അത് കറങ്ങി വരുമ്പോഴേക്ക് സൂര്യ അവിടെ നിന്ന് കയറി വരണം, എന്നിട്ട് കോടാലി ചോദ്യം ചോദിക്കാനാണെങ്കിൽ ചോദ്യങ്ങളെ ഉള്ളു ഇതിനകത്ത് ചോദിക്കാൻ. പക്ഷെ നമ്മൾ പറയുമല്ലോ ഇത് കൊമേഴ്ഷ്യൽ പടമാണ്, ഇതിനകത്ത് ചോദ്യം ചോദിക്കാൻ പാടില്ല, ലോജിക്ക് പാടില്ല. ലോജിക്ക് വേണ്ട, നമ്മൾ ലോജിക്ക് വേണ്ട. കാണുന്നതിനൊരു രസമുണ്ട്. രസം ഭയങ്കര സാറിന് ഈ കൊമേഴ്ഷ്യൽ പടത്തിന് പറയുന്നത് നമ്മൾ റൂൾ ഓഫ് കൂൾ എന്ന് പറയും. അതായത് കാണാൻ കൂൾ സാധനമാണെങ്കിൽ അതിനകത്ത് ലോജിക്ക് ഇല്ലാതെ കണ്ടോണ്ട് എന്ത് കത്തി കാണിച്ചാലും നമുക്ക് ചിലപ്പോൾ കണ്ടോണ്ടിരിക്കും. പക്ഷെ ഇത് അതും ഇല്ല. നമ്മള് ഒരു പട്ടാളക്കാരൻ വന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു മയങ്ങി കിടന്നൊരു ഇവര് 3 പേരേ ഉള്ളു അതിനകത്ത്. എടാ അത് കൊന്നേക്കെന്ന് പറഞ്ഞാൽ മതി. ഇത് ഇങ്ങനെ കാണിച്ചിട്ട് ഇവനാ കൊച്ചു പയ്യനെ കൊല്ലാൻ. അതായത് ഈ ഇംഗ്ലീഷുകാർ അഭിനയിക്കാതെ ഇംഗ്ലീഷുകാരുടെ ഒടുക്കത്തെ അഭിനയം. അയ്യോ അല്ല, അമ്മ ഇംഗ്ലീഷ് പറയുക ഇവന്റെ പവറാണ്, ഇവന്റെ പവർ കാരണമാണ് ഈ ഫ്ലൈറ്റ് കൊടുത്തത്, അവന്റെ പവർ നശിപ്പിക്കണം, അതിനെ കൊല്ലണം. അമ്മ ഇംഗ്ലീഷ് എങ്കിലും അതെ അതെ. ഇടയ്ക്ക് സ്ട്രേഞ്ചർ തിങ്സ് വരും, എക്സ്മെൻ വരും, എല്ലാം വരും. നമ്മുടെ ഇംഗ്ലീഷ് പോലെയാണ് അവർ സംസാരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇവൻ മലയാളികളാ തള്ളേ നീ തിരുവനന്തപുരക്കാരല്ലേ എന്ന് ചോദിക്കുന്നതിന്. ഈ സിനിമയുടെ എൻഡിങ്ങിൽ കങ്കുവ പാർട്ട് 2 എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതൊരു പുതിയ പടങ്ങളുടെ ഒരു പ്രശ്നമാണ്. എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്. പക്ഷെ എനിക്ക് 100% ഷുവറായിട്ട് അറിയാം വരത്തില്ല എന്ന് പറഞ്ഞാൽ വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനവേല് ശിവയെ കൊല്ലും. അത് തന്നെ ഒരു സംശയം. ജ്ഞാനവേൽ രാജ ശിവയെ തട്ടും. ജ്ഞാനവേൽ രാജ ഇങ്ങനെ പലരെ തട്ടായിരിക്കും. ഇപ്പൊ തങ്കളാൻ തൊട്ട് പുള്ളിക്ക് നഷ്ടമാണ്. അത് ഈ വർഷം തന്നെ തങ്കലാന് മുമ്പ് പോലെ പുള്ളിക്ക് കുറച്ച് നഷ്ടം ഉണ്ടായിരുന്നു. പുള്ളി 1000 കോടി എടുത്ത് മുടക്കിയിട്ടുണ്ട് ഈ വർഷം. 2000 കോടി കളക്ഷൻ കിട്ടും എന്ന് അവർ എയിം ചെയ്യുന്നതിന് 2000 കോടിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ സിനിമയുടെ ബജറ്റ് എത്രയാണെന്ന് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തില്ല. കാര്യം ഇവർ പറയുന്നുണ്ട് എക്സ്ട്രാ കുറെ ബജറ്റ് ആയിട്ടുണ്ട്, എക്സ്ട്രാ കുറെ ആയിട്ടുണ്ട് ഇന്റർവ്യൂവിൽ പുള്ളി വന്ന് പറയുന്നുണ്ട്. അതായത് എക്സ്ട്രാ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ജ്ഞാനവേൽ രാജ എൻ്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴത്തെ ഇംപ്രസ് ആയത് എന്നെ ശിവ കുറച്ച് വിഷ്വൽസ് കാണിച്ചു എന്ന് പറഞ്ഞു. ആ വിഷ്വൽസ് കാണാൻ കൊള്ളാതെ 2-3 ജ്ഞാനവേൽ രാജനെ കാണിച്ചിട്ട് എടുക്കാൻ പറ്റും. അങ്ങനല്ല, ആക്ച്വലി പുള്ളി പറഞ്ഞത് ഇത് ഗെയിം ഓഫ് ത്രോൺസ് ആണ് പുള്ളിയുടെ മനസ്സിൽ. അതുപോലത്തെ ഒരു സിനിമയാണെന്ന് പറയുന്നത്. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസിന്റെ ട്രെയിലർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറെ വിഷ്വലിന് കണ്ടു. എടാ ഈ സാധനങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഇതേപോലെ പരിപാടി ചെയ്യണം. പക്ഷെ എനിക്ക് ആ സീക്വൻസ് എന്താ പറയാ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നില്ല. പക്ഷെ അതിനകത്തൊരു നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിക്കില്ല. അല്ലല്ല, അതായത് ഇവന്മാരെ ചതിച്ചിട്ട് ആ കൈ വെട്ടുന്നു അങ്ങനെ നീ ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ ചേട്ടാ സംബന്ധിച്ചാൽ അവിടെ ഈ ഡ്രാമ ഇല്ല. അത് ഉണ്ടെങ്കിൽ കുറച്ച് അണ്ടർലൈങ് റൈറ്റിംഗ് ഇല്ല. ഈ സീൻ സ്റ്റേജ് ചെയ്യാൻ അറിയത്തില്ല, റൈറ്റ് ചെയ്യാൻ അറിയത്തില്ല, ഇതിനകത്തൊരു ഡ്രാമ ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇപ്പൊ ഈ വരുന്ന ക്യാരക്ടേഴ്സിൽ ആർക്കും നമുക്കൊരു ഇമോഷണലി കണക്ട് ആക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഓൺ പേപ്പർ ഇത് പറയുമ്പോൾ ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ കഥ പറയുമ്പോൾ ആ സീൻ മാത്രം മതി ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇംപ്രസ് ആവാൻ. അപ്പം ഒരാളും ഇന്ന ഡ്രൈവിൽ ഒരാൾ ഇവിടെ വന്നിട്ട് ഇവരെ ചതിച്ച് 100 പേരുടെ കൈ കൊടുത്ത് റോമാ സാമ്രാജ്യത്തിന്റെ തലവന്റെ കാര്യം വേറെ ഒറ്റ എക്സ്പ്രഷൻ നിൽക്കുക. പുള്ളി മരിച്ചു നന്നായി. അല്ല അവസാനം പുള്ളി തമിഴൊക്കെ സംസാരിക്കും. ആദ്യമൊക്കെ മറ്റേ പുള്ളി ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്ത് ഞാൻ, അതുകൊണ്ട് ഇനി തമിഴ് സംസാരിക്കാത്ത തുടക്കം തൊട്ട് പുള്ളി ഇങ്ങനെ നിൽക്കുക. എന്തോ പറ്റിയിട്ടുണ്ട് പുള്ളിക്ക്. പിന്നെ എടുത്തുള്ള സാധനം മുതലയായിട്ടുള്ള ഫൈറ്റ്. മുതല എവിടുന്നാണ് വരുന്നത്, മുതലയായിട്ട് ആരാണ് ഫൈറ്റ്? ഞാൻ വിചാരിച്ചു ഒന്നി കൂടുതൽ മുതലുണ്ട്. അതാണ് പറഞ്ഞത്. അവൻ ആദ്യം ഒന്ന് കുത്തി കീറി, അത് കഴിഞ്ഞ് വരുമ്പോ വീണ്ടും മുതലേക്ക് മുതല പോയിക്കൊണ്ടിരിക്കും. എന്താ ആരാടാ ചൊറിയുന്നത്? അല്ല അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇവർ ട്രെയിലർ നമ്മൾ കണ്ടപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രെയിലർ പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് 1-2 ഷോട്ടുകൾ എക്സ്ട്രാ പറഞ്ഞത് ഈ മുതലയുടെ ഒരു കണ്ണിങ്ങനെ ഒരു ഷോട്ടുണ്ട്. അത് സിനിമയിൽ നല്ല ഷോട്ടാണ്, നല്ല GFX. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞുള്ള ഷോട്ടുകളൊക്കെ ഏറ്റവും കുറച്ച് പ്രാക്ടിക്കൽ സാധനങ്ങൾ പ്രാക്ടിക്കൽ ഇതാ എന്താ ഡമ്മി പോലെ എന്തെങ്കിലും സാധനം വെച്ച് ചെയ്തിട്ടുണ്ടോ. പക്ഷെ അത് ഇവരിത് വ്യക്തമാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുക മൊത്തത്തിൽ
ശ്രദ്ധിച്ചോ? അത് കപ്പൽ സീൻ്റെ അകത്തും മറ്റേ പമ്പിലടിക്കുന്നവരാ പാറ സൈഡിക്കുന്നത് പമ്പിന്ന് പമ്പിന്ന് വെള്ളം അടിച്ചതുപോലെ മറ്റേ കപ്പയിലോട്ടല്ലേ? അതെ 3 പ്രാവശ്യം. ഈ വെള്ളത്തിന് ഉത്ഭവമൊന്നുമില്ല, ഇതിങ്ങനെ വായു കൂടെ പറന്നു വരിക, കാരണം ഈ സൈഡിൽ കട്ട് ചെയ്യണം മറ്റേ VFX. അല്ല സംഭവം അത് ഒറിജിനൽ ഇവര് VFX ആഡ് ചെയ്യാതെ റിയൽ ആയിട്ട് ഇവര് വെള്ളം അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഷൂട്ട് ചെയ്തത് ഗ്രീൻ സ്ക്രീനിലായി പോയി. ഇത് രണ്ടും കൂടെ കമ്പോസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ല അതിന്റെ പുറത്തൂടെ വേറെ വാട്ടർ എലിമെന്റ്സ് കമ്പോസിറ്റ് ചെയ്യും, പക്ഷെ ഇത് പൈപ്പ് വളരെ ഡയറക്റ്റ് സ്പ്രെഡ് ചെയ്തല്ല അടിക്കുന്നത്, ഇങ്ങനെ ഡയറക്ട്ലി ഇങ്ങനെ തന്നെ അടിച്ചതുകൊണ്ട് അത് നമ്മളിങ്ങനെ കാണാൻ പറ്റും. അതായത് ഒരു ക്രൂ മൊത്തം മണ്ടത്തരം കാണിച്ചു പോലെ ഇരിക്കുന്നു. അല്ല ഈ പറയുന്നൊക്കെ ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന എലമെന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമില്ല. എല്ലാവർക്കും പ്രശ്നമാകാൻ പോകുന്നത് ഇതിന്റെ സ്റ്റോറി ഒട്ടും കണക്ട് ആവത്തില്ല എന്നുള്ളതായിരിക്കും. പിന്നെ ഒരു പ്രശ്നം അതെനിക്ക് അറിയാം, തിയേറ്ററിനാണോ എന്താണെന്ന് അറിയത്തില്ല. അതായത് സൗണ്ട് ഡയലോഗിൽ പല ഡയലോഗും നമുക്ക് തിരിഞ്ഞില്ല. അതായത് ഈ ഡയലോഗ് പറയുന്നിടത്തും സൗണ്ട് മേളിലാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മേളിലാണ്. അത് കാരണം ഈ ശബ്ദം ഇവർ പറയുന്ന ഡയലോഗും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ മിക്സ് ആയിട്ട് ക്ലിയർ ആവാൻ. എനിക്ക് തോന്നിയത് സൗണ്ടും ബേസും ഒരുമിച്ച് കിടക്കുന്നുണ്ട്, കുഴഞ്ഞു. അത് തന്നെ, അതായത് മറ്റേ ഈ സൗണ്ട് സാധാരണ വരുമ്പോൾ നമ്മൾ അതിന് താഴെയുള്ള ലേയേഴ്സ് ഒരല്പം ഡൗൺ ആവും, എന്നാലേ നമുക്ക് ഇത് വോക്കൽ കേൾക്കത്തുള്ളൂ. പക്ഷെ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ ഈ ഫോറിനർ സംസാരിക്കുമ്പോൾ ഒട്ടും മനസ്സിലാവുന്നില്ല. ഇവർ സംസാരിക്കുന്നത് പിന്നെ നമുക്ക് ആക്ച്വലി ഫോറിനർ സംസാരിക്കുമ്പോൾ ഇവർ തമിഴിൽ സബ് ടൈറ്റിൽ കൊടുത്തു. ശരിക്കും ഈ ഫുൾ പടത്തിന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് കുറച്ച് മനസ്സിലാവും. തമിഴിനും കൂടെ അല്ല തമിഴ് എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും അത്ര പഴയ തമിഴിലേക്ക് സ്ലാങ് അല്ല ഇവന്മാർ പറഞ്ഞു ഒരുപാടൊന്നും അവർ പറയുന്നില്ല. അല്ല അത് തന്നെ, അതായത് ഞാനത് ആദ്യം എനിക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ആലോചിച്ചു ഇതൊന്നും മനസ്സിലാകാതെ. കുറച്ച് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ശരിക്കും കാര്യമായിട്ട് ഇവരൊന്നും സംസാരിക്കുന്നില്ല, ഇവർ പറയാനൊന്നുമില്ല. കാരണം ഈ സംസാരത്തിലൂടെ പ്രത്യേകിച്ച് കഥയിൽ മുമ്പോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല, അത് വെറുതെ ഇവർ ആക്രോശിക്കുകയാണ്. അല്ല അതിനൊരു റൂൾ ഉണ്ടല്ലോ, നമ്മൾ പറയുന്നത് ചെയ്യരുത്, ചെയ്യുന്നത് പറയരുത്. അതുകൊണ്ടായിരിക്കും പുള്ളി ഈ പടം അനൗൺസ് ചെയ്തപ്പം ശിവ എന്ന ഡയറക്ടറാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ട്രെയിലറൊക്കെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ മെയിനായിട്ട് ട്രെയിലർ വന്നപ്പം എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതിൻ്റെ വിഷ്വൽസാണ്. അപ്പോൾ ഈ വിഷ്വൽസൊക്കെ എങ്ങനെയാണ് ഇവർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്, ഇത് എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഇതൊക്കെ കൂട്ടി വെക്കാൻ പോകുന്നത് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ ആ സംശയം ഞങ്ങൾക്ക് തീരെയില്ല. ഞങ്ങൾ അപ്പോഴേ പുള്ളിയോട് പറഞ്ഞ ഇത് നടക്കത്തില്ല. അല്ല അപ്പോൾ പുള്ളിക്ക് പുച്ഛം. ഞാൻ വിചാരിച്ച് കുറച്ച് കൾച്ചറും പരിപാടിയൊക്കെ കാണും. അല്ല ഇവർ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു 5 ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ദേവരയുടെ ഒരു മണം അടിക്കുന്നുണ്ടല്ലോ. എനിക്കിത് ഈ ട്രെയിലർ കണ്ടപ്പോഴേ പുള്ളി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനപ്പം ചേർത്ത് ചിരിക്കുക. ഈ പുള്ളിയെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല, കാരണം പുള്ളിയോട് തർക്കം ചെയ്യിക്കാൻ പറ്റില്ല. പുള്ളി കാണട്ടെ, കണ്ടറിഞ്ഞ് കണ്ടപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇവര് ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ ചുമ്മാ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് എന്താണ് ഇപ്പൊ സൂര്യയുടെ കയ്യിലെ മറ്റേ ഈ സാധനമൊക്കെ നമ്മൾ പറഞ്ഞ കൊന്നയാളുടെ രോമത്തിന്റെ ഗസ് ചെയ്ത സ്റ്റോറി ഇതിലും ബെറ്റർ ആയിരുന്നു. അല്ല സൂര്യ ഫാൻസ് തിയേറ്ററിൽ പോയി പടം കണ്ടോ? കാര്യം അല്ല 2000 കോടി കിട്ടേണ്ടതാ. 2000 കോടി പേര് സൂര്യ ഫാൻസ് ഡിസപ്പോയിന്റഡ് ആവുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ സൂര്യ ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അവർക്ക് ആർക്കും പടത്തിനിട്ടു അനക്കമില്ല. ഞാൻ സൂര്യ ഫാനാണ് പറഞ്ഞത്. ഒരു കയ്യടി പോലും ഞങ്ങൾ കണ്ട ഷോയ്ക്ക് സൂര്യക്ക് ഒരു കയ്യടി പോലും കിട്ടിയില്ല. ഇൻഫാക്ട് ആ സൂര്യയുടെ ഇൻട്രോ സീൻ അത്യാവശ്യം നല്ല സീനായിരുന്നു. സൂര്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റേ ഒരാളുടെ കൈ പോയിട്ട് അത് വെച്ച് ഇങ്ങനെ അടിച്ചിട്ടുള്ള സാധനമില്ല, അത് ആക്ച്വലി ഒരു ബേസിക്കലി നല്ല ഇൻട്രോ ആണ്. ഇത് അത്ര കണ്ടിട്ടില്ലാത്ത അതിന് പോലും വലിയ കയ്യടി വന്നില്ല. എനിക്ക് പേഴ്സണലി അത് രസമുണ്ടല്ലോ എന്ന് തോന്നി. കയ്യടി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ദിശ പട്ടാനി ബിക്കിനി വരുന്ന ഒരു ഷോട്ട്, ഒറ്റ ഷോട്ട് കയ്യടി. ആ ഒരു ഷോട്ട് നല്ല വേളമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ശരിക്കും ശിവക്ക് തെറ്റി, സൂര്യ അല്ലായിരുന്നു, ദിശ പട്ടേനായിരുന്നു മീനാക്കേണ്ടത്. ഞാനും വിചാരിച്ച് ഈ ഫ്ലാഷ് ബാക്കിൽ പുള്ളിക്കാർ വരുമായിരിക്കുന്നു. 20 മിനിറ്റ് ആക്കി ആ മറ്റേ മോഡേൺ ഡേ കുറച്ചത് വളരെ നല്ല തീരുമാനമാണ്. അതാണ് ഏറ്റവും വെറുപ്പിക്കുന്നത്. പാസ്റ്റിൽ പോകുമ്പോഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഒച്ച വെക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. പക്ഷെ ഈ മോഡേൺ സമയത്ത് എന്തുവാ കാണിച്ചു കൊടുത്തു. ഇവർ തല്ലുമാല കണ്ടിട്ട് അതിന്റെ എഡിറ്റിംഗ് സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചു. ഭയങ്കര ബോർ സാധനമായിരുന്നു മോഡേൺ ഡേയിൽ എഴുതി വെച്ചേക്കുന്ന കംപ്ലീറ്റ്. ഇവർ ബൗണ്ടി ഹണ്ടേഴ്സ് ആണ്, എന്നിട്ടൊരു പോലീസുകാരൻ വന്ന് ഓരോ ആളുകളെ ബൗണ്ടിക്ക് അതിന്റെ ഇടയിൽ കോമഡി ഉണ്ട്. കോമഡിയാണ്, അതായത് ഒരു സീരിയസ്. ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ അതിനകത്ത് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, VFX ഭയങ്കരമായിട്ടുണ്ട്. അടുത്ത പടം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് എവർ ഷോ, താറുമാറ് തക്കാളി സോറ്, അത്രേ ഉള്ളൂ.
എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി കാണണം, എസ്പെഷ്യലി സൂര്യ ഫാൻസ്. കാരണം ഞങ്ങളാരും ഈ പടം കാണരുതെന്ന് പറയത്തില്ല. കാരണം ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങളുടെ മാത്രമല്ല, ആ തിയേറ്ററിൽ ഇരുന്ന പകുതി മുക്കാലും വേറെ അഭിപ്രായം തന്നെ ആയിരിക്കും. എൻ്റെ അടുത്തിരുന്ന ഏട്ടൻ പകുതിയായി ഇറങ്ങി പോകാൻ എല്ലാവരും തല കുറിച്ച് ഇറങ്ങിപ്പോയി. അതെ, അതായത് ഭയങ്കര ആരും നെഞ്ചു പിടിച്ച് ഇറങ്ങി വന്നിട്ടില്ല, അതറിയാം.